ഇല്ല സ്മൃതി, ഒന്നാമത് ഈ 5 പേരൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് മതിയായ സമയം ലഭിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. എന്തായാലും അത് ഇതല്ല, പക്ഷെ ഞങ്ങൾക്ക് ഒരു മതിയായ സമയം തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഏതെങ്കിലും ഒരു സമരം ചെയ്യുന്ന 2 കൂട്ടരും തമ്മിലൊരു ചർച്ച നടത്തിയിട്ട് അതിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു സമരത്തിൽ നടപ്പാക്കി എടുക്കണം എന്നുള്ളതും പ്രായോഗികമല്ല, അത് നടക്കാറുമില്ല. പക്ഷേ ഈ സമരത്തിൻ്റെ ഇപ്പോഴത്തെ ഇതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം, ഈ വിഷയം ആദ്യം മുതൽ CPM എടുത്ത കളിയെ സംബന്ധിച്ചാണ്. നോക്കൂ, ആ സമരം വിഡ്രോ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ പറയുന്നത് അന്നിറങ്ങിയ ട്രോളുകളെ ഉപയോഗിച്ചുകൊണ്ട് ആ സമരത്തെ നിർത്തിയതിനെ ന്യായീകരിക്കേണ്ട അവസ്ഥയിലേക്ക് CPM എത്തിയിരിക്കുന്നു. നമ്മുടെ ഹസ്കർ പറയുന്നത് CPM നിലപാട് തന്നെയാണെന്ന് നമുക്ക് കരുതേണ്ടി വരും. അപ്പൊ ആ രീതിയിലേക്ക് വരുന്നു. CPM പോലൊരു പാർട്ടി ഇത്രയും പേര് ഇവർ പ്രഖ്യാപിച്ചതിന്റെ പകുതി ആൾക്കാരെ കൊണ്ട് അവിടെ എത്തിയുള്ളൂ. അത്രയും പേർക്ക് പ്രാഥമിക സൗകര്യത്തിലുള്ള അറേഞ്ച്മെന്റ് പോലും ഉണ്ടാക്കാതെയാണ് ഉമ്മൻചാണ്ടി രാജിവെക്കാതെ ഈ സമരം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത് എന്ന് പറഞ്ഞാൽ ശ്രീ ഹസ്കർ, അങ്ങയുടെ വിശ്വാസത കൂടി കളയരുത്, അല്ലെങ്കിൽ പാർട്ടിയുടെ വിശ്വാസതയും കളയരുത്. ഒരു കാര്യം വിചാരിച്ചാൽ നടപ്പാക്കിയെടുക്കാൻ കഴിവുള്ള പാർട്ടി എന്നാണല്ലോ പലപ്പോഴും വന്ന് പറയുന്നത്. അപ്പൊ പ്രാഥമിക ആവേശത്തിലുള്ള കാര്യങ്ങൾ പോലും ചെയ്യാതെ ഒരു സമരം ഓർഗനൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം പുച്ഛിക്കുന്നതിന് തുല്യമായിട്ട് മാറും. പോട്ടെ, ഇനി രണ്ടാമത്തെ കാര്യം, ആ സമരം തീരുന്നു, അവിടെ ഗവൺമെന്റ് ചർച്ചയ്ക്ക് വിളിച്ചോ? ശ്രീ A. സജീവൻ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം അതാണ്. ഒരു സമരം ഒത്തുതീർക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചർച്ച നടക്കണം. ആ ചർച്ച നടന്ന് അവിടെ വെച്ച് ഗവൺമെന്റിന്റെ നിലപാട് പറയണം. പ്രതിപക്ഷത്തിന് അംഗീകരിക്കണ്ടോ ഇല്ലയോ എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് സമരത്തിന് പന്തലിൽ വന്ന് ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നോ ഇല്ലയോ, സമരം അവസാനിക്കുന്നോ തുടരുന്നോ എന്ന് പറയണം. ഇതെന്തെങ്കിലും സംഭവിച്ചോ? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയത്. ഈ സമരത്തെ, ഈ സോളാർ വിഷയം തന്നെ ഉണ്ടാക്കിയത് CPMന്റെ ബന്ധങ്ങളാണ്. ഇന്നത്തെ ആ ലേഖനത്തിൽ അതിന്റെ ബന്ധങ്ങളെ കുറിച്ചും ഒക്കെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. ആ ബന്ധത്തിലാണ് ഉണ്ടായത്. ഈ പറയുന്ന പരാതിക്കാരിയെ പോലും CPM പണം കൊടുത്ത് സ്വാധീനിച്ചു എന്നുള്ളത് വരെ എന്ന് ആരോപണം ഉണ്ടായിരുന്നല്ലോ. ഈ CPMലെ ഡീലുകൾക്കെല്ലാം പേര് കേട്ട ശ്രീ EP ജയരാജന്റെ പേര് അവിടെയും വന്നതാണ്. അതിനുശേഷം ഈ നിലപാടുകൾ എടുത്തതെല്ലാം ഈ പറയുന്ന ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസിനെയും അഴിമതിയുടെ മറവിൽ നിർത്തി രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കുക എന്നുള്ള ഒറ്റ കാര്യത്തിലല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ സമരത്തിന്റെ കാര്യത്തിലും ഹസ്കറൊക്കെ ഇവിടെ പറയുന്ന രാഷ്ട്രീയ നന്മ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സമരത്തിൽ, അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾക്കെല്ലാം ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതാണെന്ന് കേരളത്തിന്റെ CBIയുടെ കോടതിയിൽ CBI പറഞ്ഞ ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കിക്കൊണ്ട് നിങ്ങൾക്കിതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? അതാണ് ഈ ചർച്ചയുടെ പ്രസക്തി. ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനെ, അദ്ദേഹം ഇവിടെ നേരത്തെ അദ്ദേഹം CPMന്റെ ഒരു അനുഭാവി പറയുണ്ടായിരുന്നു, മറ്റേ എന്താ CLPയിൽ രാജിവെക്കാൻ വേണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ നിലപാടിന്റെ കരുത്ത് കൊണ്ടാണെന്നേ. പാർട്ടിക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു അദ്ദേഹം രാജിവെക്കേണ്ട കാര്യമില്ല, ഇത് കള്ളക്കഥയാണ് എന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ടായിരുന്നു. അതിനെ നിങ്ങൾ CPMന്റെ അനുകൂലമായിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുക? അപ്പൊ ഉമ്മൻചാണ്ടി എന്നും എടുത്ത നിലപാട് ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആ സമരം അവസാനിപ്പിക്കുമ്പോൾ ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിച്ചിരുന്നില്ല, കള്ളമാണ് പറയുന്നത്. ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിച്ചിരുന്നില്ല. ജുഡീഷ്യൽ അന്വേഷണം നടത്താമെന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ആ സമരം അവസാനിച്ചപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞത് ഇത് സംബന്ധിച്ച് സിറ്റിംഗ് ജഡ്ജിയുടെ സേവനം ലഭ്യമാവുമോ എന്ന് അന്വേഷിക്കാം, അതിനുശേഷം ടേംസ് ഓഫ് റെഫറൻസ് ഇടതു മുന്നണിയോട് കൂടി ആലോചിച്ച് തീരുമാനിക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഒരു തീരുമാനവുമില്ലാണ്ട് ആ സമരം പിൻവലിക്കേണ്ടി വന്നു. ആ സമരം പിൻവലിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, സത്യം ഇവരുടെ ഭാഗത്തല്ല. ഈ പറയുന്ന മുഴുവൻ ഗൂഢാലോചനയും അതിന്റെ പ്രഭവ കേന്ദ്രമായിരുന്ന ക്രിമിനൽ ഗൂഢാലോചന നടത്തി ഈ രാജ്യത്തെ വന്ധ്യവയോധികനായ ഒരു നേതാവിനെ കരിവാരി തേച്ച് ലൈംഗികാരോപണത്തിൽ വരെ കുടുക്കിയ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കിങ് പിൻ, ആ കിങ് പിന്റെ മടിയിലിരുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പൊ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടെങ്കിൽ ആ CBIയുടെ ഫൈൻഡിങ്ങിനെ കുറിച്ച് മുന്നോട്ട് പോയി അത് തെളിയിക്കുന്നവരെങ്കിലും ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആളെ മാറ്റി നിർത്തണ്ടേ? ഗണേഷ് കുമാർ അല്ലേ ഈ ലൈംഗിക ആരോപണത്തിന് വേണ്ടി സരിത S. നായരെ പ്രേരിപ്പിച്ചത്? അവരല്ലേ ഗൂഢാലോചന നടത്തിയത്? അത് വളരെ വ്യക്തമായിട്ട് വന്നില്ലേ? അവരെ പോലും മടിയിരുത്തിക്കൊണ്ട് സോളാർ കേസ് എന്നുള്ളൊരു പുകമറയിൽ നിർത്തി ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും സമുന്നതരായ നേതാവിനെയും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ലൈംഗികാരോപണത്തിൽ കുടുക്കി അദ്ദേഹത്തിന് നീതി നിഷേധിച്ച് അദ്ദേഹത്തിന്റെ മരണത്തിന് പോലും കാരണക്കാരായ പാർട്ടിയാണ് CPM. അവർ കാണിച്ച നെറികേടാണ്.
അതുകൊണ്ടാണ് ഇന്നത് ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു സമരം ഒത്തുതീർക്കപ്പെടുന്നത് വലിയ രാഷ്ട്രീയ പ്രശ്നമൊന്നുമല്ല. പക്ഷെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ കാര്യം ഈ സോളാർ കേസ് CPM ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ആണ്. അത് ഉമ്മൻചാണ്ടിയെ കരിവാരി തേക്കാൻ മറുപടി വേണം. 10 വോട്ട് കിട്ടാൻ വേണ്ടി ഒരു മനുഷ്യനെ മറുപടി വേണം. നശിപ്പിച്ച അതിനു മുമ്പ് ശ്രീ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.